ഹായ്, മിൻഹാജ് വില്ലേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കൊരഞ്ഞൂർ നമ്മളെ വർക്ക് നടന്നിരുന്ന സൈറ്റിലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതെന്താ സംഭവം ചെയ്യുന്നതെന്നല്ലേ, ഇത് നമ്മൾ അവിടെ ഭയങ്കര ലൂസായിട്ടുള്ള സോയിലാണ്, ഒരു തരം സാൻഡി സോയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഇളക്കി കിടക്കുന്ന മണ്ണ് കംപ്ലീറ്റ് നമ്മുടെ ഫൗണ്ടേഷൻ ചെയ്തിട്ടുള്ള ഗ്യാപ്പിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ തറ ഫുള്ളായിട്ട് നമ്മളിതുപോലെ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിലുള്ള ഏതെങ്കിലും കല്ലോ കാര്യങ്ങളോ എന്തെങ്കിലും ഇളകാതിരിക്കാൻ അതിൻ്റെ ഉള്ളിലേക്ക് മണ്ണ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ ഭൂമിയുടെ ഉള്ളിലത്തെ മണ്ണാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇത്രയും ഹൈറ്റ് ചെയ്ത് വന്നതുകൊണ്ട് ഇതിൽ ഓരോ ലെയർ മണ്ണിട്ടിട്ട് ചളിയാക്കുമ്പോഴത്തേനും അടിയിലേക്ക് ചിലപ്പോൾ നമുക്ക് ഇത് കറക്റ്റായിട്ട് സെറ്റായെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിയിലത്തെ പോർഷൻ ആദ്യം നന്നായിട്ടൊന്ന് വെള്ളം അടിച്ച് അടിയിൽ സെറ്റാക്കിയതിന് ശേഷമാണ് ഇതുപോലെ മണ്ണ് അതിലേക്ക് കോരിയിടുന്നത്. അപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ആ തറ ഹൈറ്റ് ഉണ്ട്, നോർമൽ ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ മണ്ണിപ്പോൾ ഇതടിച്ചെടുക്കുന്ന സ്ലെറിയാണ് കേട്ടോ. പലർക്കും ഒരുപാട് ഡൗട്ടുകളുണ്ട്, ചുവന്ന മണ്ണ് വേണോ സ്ലെറി ആണോ നല്ലത്, അതല്ലെങ്കിൽ പൂഴി പോലത്തുള്ള മണ്ണിൽ എന്തെങ്കിലും അടിക്കണം. പണ്ടൊക്കെ പൂഴിയായിരുന്നു നമ്മൾ നിറച്ചിട്ടുണ്ടായിരുന്നത്. കാലഘട്ടങ്ങൾക്കനുസരിച്ച് നമുക്ക് അപ്പോൾ കിട്ടുന്ന മെറ്റീരിയൽ അവൈലബിലിറ്റി ഏതാണോ അപ്പോൾ അത് നമുക്ക് എത്രത്തോളം ഗുണകരമാകുന്നുള്ളതും കൂടി നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മളിത് ചെയ്യുന്നതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. പണ്ട് കാലങ്ങളിൽ ചെയ്ത് അതേപോലെ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കത് നടക്കണമെന്നില്ല. കാലഘട്ടങ്ങൾ മാറി വരുന്നതോറും ആധുനികപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മെറ്റീരിയൽസിലാണെന്നുണ്ടെങ്കിലും നമ്മൾ കൺസ്ട്രക്ഷൻ്റെ ലേബർ വർക്കുകളിലാണെങ്കിലും ഒക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം, ഏത് വേണം ഏത് വേണ്ട എന്നുള്ളത്. പലപ്പോഴും ചിലർ പറയാറുണ്ട് ചുവന്ന മണ്ണ് തന്നെ മതി എന്ന് പറയുന്നവരുണ്ട്. ചിലർ പറയാറുണ്ട് ചുവന്ന മണ്ണിൽ ഭയങ്കര ചതിലാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സ്ലറി ചെയ്താൽ മതി എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് നോക്കാറുണ്ട്, അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയലും ഒക്കെ നോക്കാറുണ്ട്. ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുന്നത് നട്ടപാതിലേക്ക് ഇരുന്നിട്ടാണ്, അതുകൊണ്ട് തന്നെ വെള്ളം അടിച്ച പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അത് സ്വാഭാവികം മാത്രം. അതാരായാലും ഉറങ്ങാതെ ഇരുന്ന് വോയിസ് കൊടുക്കുമ്പോൾ തോന്നുന്ന സംഭവങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം ഓരോ കൊട്ട മണ്ണ് വാരിടുമ്പോഴും അതിലേക്ക് വെള്ളം അടിച്ച് ഫുള്ളായിട്ട് അത് സെറ്റ് ചെയ്യുന്ന പരിപാടി. അപ്പോൾ ചിലർ പറയും ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഒരുപാട് കാലം അതിനിടയിൽ വെള്ളം കെട്ടി നിന്നിട്ട് ഡാംനെസ് വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണെന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം മഴയത്ത് കിടന്നിട്ടുള്ള തറയിൽ നമ്മൾ വർക്കുകൾ ചെയ്യുന്നില്ലേ, അപ്പോൾ അതിലൊന്നും പ്രശ്നങ്ങളുണ്ടാവുന്നില്ല. അപ്പോൾ അത് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് അതിനെ നന്നായി ചെളിയാക്കി ടൈറ്റ് ചെയ്തിട്ട് മണ്ണിൻ്റെ അടിഭാഗം ഫുള്ളായിട്ട് ടൈറ്റായി പോകുന്നു മാത്രമേ. അപ്പോൾ ഇതിനുള്ളിലേക്ക് വെള്ളം വരുന്ന വെള്ളമൊക്കെ അധികമുള്ള വെള്ളം ഒന്നില്ലെങ്കിൽ താഴേക്ക് പോകും, അല്ലെങ്കിൽ മേലെ നിന്ന് ഉണങ്ങും. നമ്മൾ വെയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഉണങ്ങി വറ്റി ഡ്രൈ ആയിട്ട് ഫുള്ള് സെറ്റായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ മണ്ണ് ഫില്ല് ചെയ്യുന്നതിലും ചെളിയാക്കുന്നതിലൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെത്തേഡുകളുണ്ട്. അത് നമ്മൾ ഓരോരോ ആളുകളുടെ, അതായത് ആ ഒരു ഏരിയയുടെ സാഹചര്യം അനുസരിച്ച്, ഇപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ടുള്ള വെട്ടുകല്ലൊക്കെ ഉള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ട മെത്തേഡുകളുണ്ട്. അതേപോലെ തന്നെ പൂഴി കാര്യങ്ങൾ അങ്ങനെയുള്ള ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട പല മെത്തേഡുകളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് ചെളിയാക്കി ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു വാട്ടർ കണ്ടൻറ്റിനോട് കൂടിയിട്ട് സ്ലെറി പോലത്തുള്ള സംഭവം നമ്മൾ അടിയിൽ ചെയ്തേക്കുന്ന ഫൗണ്ടേഷൻ്റെ ഉള്ളിലേക്ക് പോയി ഇത് ടൈറ്റായിട്ടിരിക്കുമ്പോൾ ഫ്യൂച്ചറിൽ നമ്മുടെ തറയ്ക്ക് നന്നായിട്ട് നല്ല ഉറപ്പും ബലവും കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ചിലർ പറയും പണ്ടത്തെ കാലത്ത് വെറുതെ വെട്ടുകല്ല് വടക്കി പണിത് അതുപോലെ ലാറ്ററൈറ്റ് സ്റ്റോണൊക്കെ വെച്ച് അതിൻ്റെ മേലെ വീടുകൾ പണിയാണ്, ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയും. അതൊക്കെ അവനവൻ്റെ താല്പര്യങ്ങൾ പോലെ ഇരിക്കും. ഒരാൾ ചെയ്ത പോലെ തന്നെ മറ്റൊരാൾ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് നമ്മളേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം. അതിനാണ് നമുക്ക് ബുദ്ധിയും കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് അങ്ങനെ ചിന്തിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു 10-25 വർഷമായിട്ട് ഫീൽഡിലുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡ് ഇതാണ്. ഇന്നത്തെ വരെ അതുകൊണ്ട് യാതൊരുവിധ പ്രോബ്ലംസും എവിടെയും ഉണ്ടായിട്ടില്ല. വാട്ടർ ലോക്ക്ഡ് ഏരിയകളിലാണെന്നുണ്ടെങ്കിലും നോർമൽ ഏരിയയിലാണെന്നുണ്ടെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും ആരും അതൊരു പ്രശ്നമായിട്ട് ഫ്യൂച്ചറിൽ നമുക്ക് ബിൽഡിങ്ങിലേക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മൾ അനുകരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡ്. അപ്പോൾ ഇനിയും അതുപോലൊക്കെ തന്നെയാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ തറ സെറ്റാക്കി ഇടുമ്പോഴത്തേനും നമുക്കിപ്പോൾ ഈ ഫൗണ്ടേഷൻ ബേസ്മെൻറ്റിൻ്റെ ചുറ്റുഭാഗമൊക്കെ നമ്മൾ പാക്ക് ചെയ്തതുകൊണ്ട് തന്നെ വെള്ളമൊന്നും അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങോട്ട് വരില്ല. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ടൈറ്റായി നിന്ന് ഭൂമിക്കടിയിലേക്ക് പോകും. അതല്ലെങ്കിൽ ബാലൻസുള്ള വെള്ളം മേലെ നിന്ന്
ഡ്രൈ ആയി മണ്ണ് ഫുള്ള് ടൈറ്റായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പടവ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഹിറ്റാച്ചിയൊക്കെ ശരിക്കും തറയുടെ മുകളിലൂടെ തന്നെ കയറിപ്പോയി നിന്നിട്ടാണ് ഓരോന്നും ചെയ്യുക. ഇതിപ്പോൾ നമുക്ക് ചുറ്റുഭാഗം സ്പേസ് കുറച്ചുള്ളത് കൊണ്ട് അവിടെ നിന്ന് ചെയ്യാവുന്നതുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പുറത്ത് നിന്നിട്ട് ചെയ്യുന്നത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സിംഗിൾ ഫ്ലോറിലാണ്, 3 ബെഡ്റൂമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്ലാനൊക്കെ ഞാൻ ഇതിന് മുൻപ് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ പ്ലാനോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് തരാം കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ചെയ്ത് ഫുള്ള് ഫില്ലാക്കി ഇട്ട് നല്ല ടൈറ്റായിട്ട് നമുക്ക് ആ ഒരു സൈറ്റ് കാണുമ്പോൾ തന്നെ ഭയങ്കര തൃപ്തിയായിരിക്കും. ശരിക്കും ഒരു 2 ഇഞ്ചൊക്കെ താഴ്ത്തി മണ്ണിടുന്നതാണ് കേട്ടോ നല്ലത്. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ ഈ വെള്ളം നന്നായിട്ട് ടൈറ്റായി ഇറങ്ങിക്കഴിഞ്ഞാൽ ചില ഇടങ്ങളിൽ കാണാം അവിടെ ഇങ്ങനെ മണ്ണ് നല്ലോണം ഇറങ്ങിയിട്ട് ഒരു കുഴി പോലെ കാണുന്നു. അപ്പോൾ അവിടെ വീണ്ടും നമ്മൾ മണ്ണിട്ട് ഇതുപോലെ ഫില്ല് ചെയ്യും. പിന്നെ നമ്മൾ വാർപ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ അത്യാവശ്യം വെള്ളം നനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് ടൈറ്റായിട്ടുണ്ടായിരിക്കും കേട്ടോ. എന്നുവെച്ചാൽ ഇതൊരു പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇങ്ങനെ ചെയ്യുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ വെറുതെ മണ്ണിട്ടിട്ട് ആളുകൾ കാലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെളിയാക്കുന്നൊരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നൊക്കെ മാറി ഇത്രയും ആധുനികമായിട്ടുള്ള ഫെസിലിറ്റീസുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ മെത്തേഡുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെള്ളം ചെളിയൊക്കെ ആക്കി നേരം പോയതൊന്നും അറിഞ്ഞില്ല. 8, 9, 10 പാതിരാത്രിയൊക്കെ ആയി. ആ സമയത്തും അതെങ്ങനെയായാലും ഫിനിഷ് ആക്കുക എന്നുള്ള നിലയ്ക്ക് പിന്നെ അവിടെ നിന്നിട്ട് ബാക്കി പണികൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു കേട്ടോ. നല്ല നീറ്റിലത്തെ വീഡിയോ എടുത്തിട്ടില്ല, അതിന് തൊട്ട് മുൻപത്തുള്ള വീഡിയോ ആണ് ഇതൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായാലും അന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെളിയാക്കലും കഴിഞ്ഞ് നമ്മൾ ഈറ്റാച്ചി മാമൻ കയറി പോയിട്ടുണ്ടായിരുന്നു. പാവം നമ്മളെ ലേബർ രാവിലെ മുതൽ തുടങ്ങിയതാണ് വെള്ളം നനയ്ക്കാൻ. വൈകുന്നേരമായിട്ടും പുള്ളിയുടെ വെള്ളടി മാറിയിട്ടില്ല. പുള്ളിക്ക് വെള്ളടിക്കാൻ പോകേണ്ട ടൈമായി, എന്നിട്ടും നമ്മുടെ സൈറ്റിലത്തെ വെള്ളടി മാറിയിട്ടില്ല. അപ്പോൾ ഏതായാലും രണ്ടിലൊന്നും നടക്കുന്നുണ്ടല്ലോ, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെള്ളടി ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം നല്ല ഹാപ്പി ആയിരിക്കും. സോ അങ്ങനെയൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ഫില്ലിങ് കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബാത്റൂം ഏരിയകളിൽ ഒരു ലേശം താഴ്ത്തിയിട്ടാണ് നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ പ്ലംബിംഗ് ലൈനൊക്കെ താഴത്തോട്ട് വേസ്റ്റ് ട്രാപ്പൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് മണ്ണൊരു ലേശം താഴ്ത്തിയിടണം, അങ്ങനെ ചെയ്യണം. അതല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മളതിൽ നിന്ന് മണ്ണ് കോരിയെടുത്ത് വീണ്ടും പിന്നീട് സെറ്റാക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അത് ഇനീഷ്യലി തന്നെ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. ഇപ്പോൾ ഇതിലൊരുവിധമൊക്കെ ഫില്ലാക്കി ഇട്ടിട്ടുണ്ട് സംഭവം. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കാണുന്നത്. ഞാൻ ഇവരോട് പ്രത്യേകം പറയാറുണ്ട് ബാത്റൂം ഏരിയ ഒരു ലേശം താഴ്ത്തി ഇടണമെന്നുള്ളത്. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് നല്ല വെള്ളമൊക്കെ ഇതായി കഴിയുമ്പോൾ താഴ്ന്നു പോകുമ്പോൾ വെള്ളത്തിലായത് കാരണം ഇങ്ങനെ തോന്നുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ വീട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾ കേരള നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. കേരളത്തിലെല്ലായിടത്തും വീട്, ബിൽഡിങ്, ഫ്ലാറ്റ്, അപ്പാർട്ട്മെൻറ്റ്സ്, റിസോർട്ട്സ്, സ്റ്റീൽ സ്ട്രക്ചർ തുടങ്ങിയിട്ട് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഓഫീസ് വർക്കുകളും അതോടൊപ്പം തന്നെ നിർമ്മാണവും നമ്മൾ ചെയ്തു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്തരമൊരു ആവശ്യം വരുന്ന സമയത്ത് വിളിക്കാൻ വേണ്ടി താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. വിളിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി, വാട്സപ്പിൽ നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അപ്പോൾ ഇത്ര നാൾ നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ബിഗ് താങ്ക്സ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഓരോ വീടുകൾ ചെയ്ത് അതിൽ താമസിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.